ഇന്നത്തെ നമ്മുടെ ചോദ്യം, സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡുമായി. ഈ സമയത്ത് മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ഇതാണ് ചോദ്യം. ഇത് സാധാരണഗതിയിൽ സെക്കൻഡിന്റെ ആരും ചെയ്യാറില്ല, മണിക്കൂറിൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഈ സെക്കൻഡ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയണം. അപ്പൊ ആദ്യം നമ്മൾ കാണണം മിനിറ്റ് സൂചിയുടെ പൊസിഷൻ ആണ്. മിനിറ്റ് സൂചി 9:30. 30 വെച്ചാൽ 30 മിനിറ്റ്. 30 മിനിറ്റ് ആയാൽ സൂചി എപ്പോഴായിരിക്കും, എവിടെയായിരിക്കും? 6-ലായിരിക്കും. മിനിറ്റ് സൂചി 6-ലായിരിക്കും. ദാറ്റ് മീൻസ് 30 × 6 അത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റ്, 12-ൽ നിന്നും 1-ലേക്ക്, ഈ 12-ഉം 1-ഉം തമ്മിൽ ഇടയിലുള്ള വ്യത്യാസം 30 ഡിഗ്രിയാണ്. അതായത് ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി. അതിന്റെ 12 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരു ഭാഗം 12-1 അല്ലെങ്കിൽ 1-2, 2-3, അത് 30 ഡിഗ്രിയാണ്. അപ്പൊ 6, അതായത് മിനിറ്റ് സൂചി 6-ലായിരിക്കും. അപ്പോൾ 30 × 6 180 ഡിഗ്രിയിലായിരിക്കും. മിനിറ്റ് സൂചി 180 ഡിഗ്രി ആയിരിക്കും. ഇനി പറഞ്ഞാൽ 30 മിനിറ്റ് കഴിഞ്ഞ് 30 സെക്കൻഡ് കൂടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 30 സെക്കൻഡ് കൂടി കഴിഞ്ഞിരിക്കുന്നു. 30 സെക്കൻഡ് വെച്ചാൽ 1 മിനിറ്റ്. ഇപ്പോ 30 മിനിറ്റ് ആണ് 1 മുതൽ 5 വരെ, മീൻസ് 12 മുതൽ 1 വരെ 5 മിനിറ്റ് ആണ് ശരിക്കും. അപ്പൊ 1 മിനിറ്റിന് നമ്മൾ ഈ 30 കൊണ്ട് നമ്മൾ 5-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6, അതായത് 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അതായത് 30 സെക്കൻഡ് എന്ന് പറയുന്നത് 5 അര മിനിറ്റ് ആണ്. അര മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് 1 മിനിറ്റ് 6 ഡിഗ്രി ആണെങ്കിൽ അര മിനിറ്റ് എത്രയായിരിക്കും? 3 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് മിനിറ്റ് സൂചിയുടെ പൊസിഷൻ 6-ല് സൂചി നിൽക്കുന്നുണ്ട് 180-ഉം, സെക്കൻഡ് സൂചി 30 സെക്കൻഡ് ആയതുകൊണ്ട്, അത് അര മിനിറ്റ് ആയതുകൊണ്ട് 3 ഡിഗ്രിയും, 1 മിനിറ്റ് 6 ഡിഗ്രി ആയതുകൊണ്ട് അര മിനിറ്റ് 3 ഡിഗ്രി. ദാറ്റ് മീൻസ് മിനിറ്റ് സൂചി ഇപ്പൊ 183 ഡിഗ്രിയിലാണ്. മനസ്സിലായി വിചാരിക്കുന്നു. അതായത് 6-ലാണ് മിനിറ്റ് സൂചി ഉള്ളത്. അപ്പൊ 6 × 30 180-ഉം, ഈ 30 സെക്കൻഡ് കൂടി കഴിഞ്ഞു. 30 സെക്കൻഡ് വെച്ചാൽ അര മിനിറ്റ്. അര മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് 1 മിനിറ്റ് 6 ഡിഗ്രി ആണെങ്കിൽ അര മിനിറ്റ് 3 ഡിഗ്രി. ദാറ്റ് മീൻസ് 183 ഡിഗ്രി. അപ്പൊ മിനിറ്റ് സൂചി 183 ഡിഗ്രി. ഇനി മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മണിക്കൂർ സൂചി എവിടെയാന്ന് നോക്കാം. മണിക്കൂർ സൂചി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 9-ലാണ് നിൽക്കുന്നത്. 9 മുതൽ 9, അപ്പൊ 9 മണിക്കൂറുണ്ട് അല്ലെ, 9 പോയിന്റ് ഉണ്ട്. അപ്പൊ ഒരു പോയിന്റിൽ 30 ഡിഗ്രി ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ 9 × 30 270 ഡിഗ്രി ഓൾറെഡി ഉണ്ട്. ഇനി കൃത്യം 9 അല്ല, 9:30 മണിയാണ് അല്ലെ. 9 മണിയാണ്. 9 × 3 ആണ് 30 ആണ് 270. ഇത് 9:30 മണിയായിട്ട്. അപ്പൊ 30 മിനിറ്റ് ആയപ്പോൾ 30 മിനിറ്റ് 30 സെക്കൻഡും ആയിരുന്നു. അപ്പൊ ഈ 30.5 മിനിറ്റ് അല്ലെ, 30 മിനിറ്റും പിന്നെ 0.5 നമ്മൾ നേരത്തെ കണ്ട 0.5, 30.5 മിനിറ്റ്. അപ്പോ അതിനാൽ 30.5 ഇവിടെ ശ്രദ്ധിക്കണം. ഈ ഫോർമുല നമ്മൾ ശ്രദ്ധിക്കാം. 30.5 ഡിവൈഡ് ബൈ 60 × 30. മനസ്സിലാണോ? 30.5 മിനിറ്റ് സൂചിയില് അത് നമ്മൾ മണിക്കൂറിനോട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 60. നമ്മൾ മണിക്കൂർ സൂചി ആണ് കാണുന്നത്, അതുകൊണ്ട് ഡിവൈഡ് ബൈ 60 ചെയ്തു. ഇനി × 30, അതായത് ഒരു പോയിന്റിലും മറ്റൊരു പോയിന്റിലും 30 ഡിഗ്രി ആണുള്ളത്. അതായത് 30.5 ഡിവൈഡ് ബൈ 60 × 30, ദാറ്റ് മീൻസ് 15.25. 15.25 ഡിഗ്രി ആണുള്ളത്. അതായത് ആകെ മണിക്കൂർ സൂചി ഉള്ളത്. ഇതിപ്പോ ഇത് മണിക്കൂർ സൂചി ഉള്ളത്. ഇവിടെ നമ്മൾ 270 കണ്ടു, ഇവിടെ 15.25 മിനിറ്റിന്റെ കൂടി എടുത്തപ്പോ, അപ്പോ 270 + 15.25 280.25. അതായത് മണിക്കൂർ സൂചിയുടെ ഡിഗ്രി 280.25-ഉം മിനിറ്റ് സൂചിയുടെ ഡിഗ്രി 183.3. ഇനി നമ്മൾ കാണേണ്ടതാണ് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. അപ്പോ ഈ 280.25-ഉം അതായത് 183 ഡിഗ്രി ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 102.25 ഡിഗ്രിയാണ്. അതായത് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി തമ്മിലുള്ള കോണളവ് 102.25 ഡിഗ്രിയാണ്. ഓക്കെ, അതായത് 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 30 സെക്കൻഡ് ആകുമ്പോൾ മിനിറ്റ് സൂചി മണിക്കൂർ സൂചി തമ്മിലുള്ള കോണളവ് 102.25 ഡിഗ്രിയാണ്. ഇത് ചെറിയ ക്വാണ്ടിറ്റിയാണ്. ചെറിയ. ഇനിയിപ്പോ വലിയ കോണാണ് ചോദിക്കുന്നെങ്കിലോ, ഈ വലിയ കോൺ മുഴുവൻ ഒരു വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രിയിൽ നിന്ന് 102.25, അതായത് ചെറിയ കോണം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കോണം കിട്ടും. വലിയ കോൺ എന്ന് പറയുന്നത് 257.75. ഇതൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അതായത് 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 30 സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ സൂചി തമ്മിലുള്ള കോണളവ്, ചെറിയ കോണളവ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 102.25. വലിയ കോണളവ് 360-ൽ നിന്നും ഈ 102.25 കുറച്ച് കഴിഞ്ഞാൽ 257.7.
നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇത് വളരെ ഈസിയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റാവുന്ന ഒരു പ്രശ്നം. മനസ്സിലായി വിചാരിക്കുന്നു. സൈറാണ്.